ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി വെള്ളയപ്പമായിട്ടാണ് കേട്ടോ. ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി വെള്ളയപ്പമാണ്. അപ്പം നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. പച്ചരി ഒരു ഗ്ലാസ് പച്ചരിയാണ്. അത് വെള്ളത്തിൽ കുതിർത്തിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ഒരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം തേങ്ങയുടെ വെള്ളമാണ്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരു ചാറെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ തേങ്ങ ചെരി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ തേങ്ങയുടെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് വന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്നിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ച് ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ. ഇത് ഞാൻ രാത്രിയാണ് അരച്ച് വെക്കുന്നത്. ഇത് മാവ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എടുത്തതാണ്. ഇതാ നല്ല നോക്കി കൊടുക്കണം. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ബബിൾസ് ഒക്കെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ തേങ്ങയുടെ വെള്ളം ആ തേങ്ങയും മാത്രമാണ്. അപ്പുറത്ത് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. മോൻ എന്തൊക്കെയോ എടുത്ത് താഴെയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ടാ. കൂട്ടി വെച്ചിട്ട് ചുട്ടെടുക്കാൻ പാടില്ല. ചട്ടി നല്ലോണം ചൂടായാൽ അപ്പം നന്നായിട്ട് കിട്ടൂല കേട്ടോ. നല്ല ബബിൾസ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ചില്ലെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊരിച്ചെടുക്കണമെങ്കിൽ മൊരിച്ചെടുക്കാം കേട്ടോ. സൈഡൊക്കെ മൊരിച്ചെടുത്ത് ഇവിടെ കഴിക്കൂല മൊരിച്ച്. നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്.
ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളയപ്പം നന്നായിട്ടുണ്ട്. ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല.